നമസ്കാരം. മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര ഈ വാഹനത്തിൻ്റെ ഏത് മോഡലാണ് അല്ലെങ്കിൽ ഏത് വേരിയൻ്റാണ് വാല്യൂ ഫോർ മണി എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ബേസിക് മോഡലായിട്ടുള്ള സിഗ്മയാണ് എൻ്റെ വാല്യൂ ഫോർ മണി. എന്നാൽ ഡെൽറ്റ വേരിയൻറ്റിൽ എന്തൊക്കെയുണ്ട്, ഡെൽറ്റയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ സിഗ്മയ്ക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് കുറവുള്ളത്, ഇനി സിഗ്മ എന്ന് പറയുന്ന വേരിയൻറ്റിൽ നമ്മൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താം, അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ ഡെൽറ്റ എന്ന് പറയുന്ന വാഹനത്തിനേക്കാൾ ഓവർ പ്രൈസ്ഡ് ആയിട്ട് മാറുമോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡെൽറ്റ വേരിയൻറ്റ് മാനുവൽ അതുപോലെ തന്നെ സിഗ്മ വേരിയൻറ്റ് മാനുവൽ ഇത് തമ്മിലുള്ളൊരു ചെറിയൊരു കമ്പാരിസണും, അതും മാത്രമല്ല എന്തൊക്കെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് നമുക്ക് സിഗ്മയിൽ വരുത്താം, എന്നാൽ അങ്ങനെ വരുത്തിയാൽ പോലും ഇത് ഡെൽറ്റയുടെ പ്രൈസിന് താഴെ നിലനിൽക്കും, അതായത് ഓൺ റോഡ് പ്രൈസിന്. അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും എഞ്ചിനിവിടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയുള്ള സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയുള്ള മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ മാനുവലും അതുപോലെ തന്നെ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര സിഗ്മ മാനുവലുമാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് വാഹനത്തിൻ്റെയും എൻജിൻ സ്പെക്കും ഗിയർ ബോക്സും സിമിലറാണ്. ഇതാണ് അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ചേഞ്ചും നമുക്ക് കാണാൻ കഴിയില്ല. ഡെൽറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും സീറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ഇൻഡിക്കേറ്റർ ലൈറ്റായിട്ട് മുകളിൽ നമുക്ക് കാണാൻ കഴിയും. താഴെ ഹാലജൻ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതും ഈ രണ്ട് വാഹനത്തിലും സിമിലറാണ്. അതുപോലെ തന്നെ താഴെ ഒരു അലുമിനിയം സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും രണ്ട് വാഹനത്തിലും സിമിലറാണ്. ഇനി ഹെഡ്ലൈറ്റിന് ചുറ്റുമുള്ള ഒരു കവർ അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിൽവറിഷ് കളറാണ്, അത് കുറച്ച് ഡാർക്കല്ല. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഗ്രില്ല്, ഫ്രണ്ടിലെ ക്രോമിയം, അതുപോലെ തന്നെ LED സ്ട്രിപ്പ് ലൈറ്റ്, അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഇതെല്ലാം സിമിലറാണ്. വാഹനത്തിന് യാതൊരു വ്യത്യാസവും അവിടെയില്ല. ഇനി പിറകിലേക്ക് വരാം. പിറകിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് യാതൊരുവിധ വ്യത്യാസവും കാണാൻ കഴിയില്ല. പിറകുവശത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ആയിട്ടുള്ള LED സ്ട്രിപ്പുകളും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും അതുപോലെ റിഫ്ലക്ടറും കാണാൻ കഴിയും. രണ്ട് വാഹനത്തിലും ഡിഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ രണ്ട് വാഹനത്തിലും വൈപ്പറില്ല, ബാക്ക് സൈഡിലെ വൈപ്പറില്ല. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ സിമിലാരിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും പറയേണ്ട കാര്യം രണ്ട് വാഹനത്തിലും സ്പോയിലറും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഷാർക്ക് ഫിൻ ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും യാതൊരുവിധ വ്യത്യാസവുമില്ല, സെയിം ആണ് ഈ വാഹനം കാണാനുള്ളത്. അതായത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിഗ്മ വേരിയൻറ്റിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ORVM റിട്രാക്റ്റബിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ക്ഷമിക്കണം, തീർച്ചയായിട്ടും സിഗ്മ വേരിയൻ്റ് എന്ന് പറയുന്ന ബേസിക് വേരിയൻറ്റിലും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ORVMs ആണ് ഉള്ളത്. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സും ഇൻബിൽഡ് ആയിട്ടുണ്ട്. ഈ രണ്ട് വാഹനത്തിലും അതുണ്ട്. ഇനി സൺറൂഫ് ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് ബേസ് വേരിയൻ്റ് ആണ്, അപ്പോൾ നമുക്കത് അറിയാവുന്ന കാര്യമുള്ളൂ. ഇനി ഈ വാഹനത്തിൽ ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോൾ രണ്ട് വാഹനത്തിലും പുറകുവശത്താണെന്നുണ്ടെങ്കിലും റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവറിൻ്റെ സൈഡിലും പാസഞ്ചറിൻ്റെ സൈഡിലും വാനിറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ അതിനുള്ള ബട്ടൺ രണ്ട് വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് വാഹനത്തിലും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് രണ്ട് വാഹനങ്ങളിലും ഉള്ളത്. ഇനി രണ്ട് വാഹനത്തിലും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റയും സിഗ്മയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. സിഗ്മയുടെ പ്രൈസ് എന്ന് പറയുന്നത് 10.45 lakhs ആണ്, ഡെൽറ്റയുടെ 11.90 lakh ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ വേരിയൻറ്റിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ റിയർ പാർക്കിംഗ് ക്യാമറയും വരുന്നുണ്ട്. ഇത് രണ്ടും സിഗ്മ വേരിയൻറ്റിൽ ഇല്ല. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തത് ഡെൽറ്റ വേരിയൻറ്റിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അത് സിഗ്മ വേരിയൻറ്റിൽ ഇല്ല. ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിങ്ങിൽ അതിൻ്റെ ടോഗിൾസും അഡ്ജസ്റ്റബിൾ സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് ഡിഫറൻസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഒരു ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എന്നാൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഡെൽറ്റ വേരിയൻറ്റിൽ റിയറായി അല്ലെങ്കിൽ പുറകിൽ ബൂട്ടിന് മുകളിൽ പാർസൽ ട്രേ വരുന്നുണ്ട്. എന്നാൽ സിഗ്മ വേരിയൻറ്റിൽ അത് വരുന്നില്ല. രണ്ട് വേരിയൻറ്റിലും നമുക്ക് അലോയ് വീൽസ് ലഭിക്കുന്നില്ല. നോർമലായിട്ടുള്ള വീൽ കപ്പുകൾ തന്നെയാണ് അവിടെ കിട്ടുന്നത്.
ഇനി ബൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് രണ്ട് വേരിയൻറ്റിലും സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുറകിലത്തെ ഒരു റോ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് സീറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 3 പേർക്കും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. രണ്ട് വാഹനത്തിലും സിഗ്മയിലും ഡെൽറ്റയിലും പുറകു വശത്ത് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡെൽറ്റയിൽ ഒരു ടൈപ്പ് സി എന്ന് പറയുന്ന ഒരു ചാർജിങ് പോയിൻറ്റും അതുപോലെ തന്നെ ഒരു USB ചാർജിങ് പോയിൻറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് ഈ പറയുന്ന സിഗ്മയിൽ മിസ്സിംഗ് ആണ്. ഡെൽറ്റയിൽ റിയർ AC വെൻറ്റിൻ്റെ കൂടെ തന്നെ ചാർജിങ് സ്പോട്ടുകൾ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് സിയും ഒരു USBയും. എന്നാൽ അത് സിഗ്മയിൽ അത് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പോയിൻറ്റുകളാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. എന്നാൽ രണ്ട് വാഹനത്തിൻ്റെയും നമ്മൾ വില കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 1 ലക്ഷത്തിന് മുകളിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ 1 ലക്ഷത്തിന് മുകളിൽ ഡിഫറൻസ് വരുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത്? ഒന്ന് ക്രൂയിസ് കൺട്രോൾ കിട്ടുന്നുണ്ട്. നമ്മൾ പ്രാക്ടിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കുക. കേരളത്തിലെ റോഡുകളിൽ നമ്മൾ എവിടെയാണ് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? നമ്മൾ പ്രാക്ടിക്കലി ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ലോങ് ആയിട്ടുള്ള ഡ്രൈവൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. കേരളത്തിൽ ഒരു ആവറേജ് ആയിട്ട് ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ, ഈ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ഈ ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി ഉപകാരമുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാത്രമാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ക്യാമറയും അത് വളരെ ഉപകാരമുള്ള ഒരു ഫീച്ചറാണ്. കാരണം ഈ ഒരു 4 മീറ്ററിന് മുകളിലേക്കുള്ള ഒരു ലെങ്ത്തുള്ള ഒരു വാഹനം പാർക്ക് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും റിയർ പാർക്കിംഗ് ക്യാമറയും. ഒരു കാര്യം എടുത്തു പറയട്ടെ, രണ്ട് വാഹനത്തിലും പുറകുവശത്ത് 4 സെൻസറുകളുണ്ട്. അത് വളരെ മികച്ച ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ഈ രണ്ട് വാഹനം മേടിച്ചാലും നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. ഒന്ന് അലോയ് വീല് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാരുതിയുടെ ഷോറൂമിൽ തന്നെ MGP നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഒരു 42,000 രൂപയൊക്കെയാണ് അതിന് വില വരുന്നത്. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റയിൽ കാണുന്നത് MGP തന്നെയുള്ള മാരുതിയുടെ ജെന്യുവനായിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് അത് പുറത്തുനിന്ന് സിഗ്മയുടെ കേസിൽ വരുമ്പോൾ പുറത്തുനിന്ന് അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. റിയർ ആയിട്ടുള്ള പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ക്യാമറയും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഏകദേശം ഒരു 25,000 രൂപയിലൊക്കെ നിലനിൽക്കും. അപ്പോൾ ഈ 42,000 25,000 ഏകദേശം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 67,000 രൂപ അവിടെ തന്നെ നമുക്ക് വരും. ഇനി ക്രൂയിസ് കൺട്രോളാണ്. ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് വളരെ മികച്ച ഫീച്ചറാണ്. പക്ഷേ പ്രാക്ടിക്കലി നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മുടെ വാഹനത്തിനകത്തൊരു സൺറൂഫ് ഉണ്ട്. നമ്മളത് വെറുതെ സൺറൂഫ് ഉണ്ടെന്ന് പറയുന്നല്ലാതെ അത് ഉപയോഗിക്കുന്ന ആരും കാണുന്നില്ല. ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. എത്ര പേർക്ക് ക്രൂയിസ് കൺട്രോൾ ഇടാൻ കഴിയും? അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഫീച്ചറുകൾ ഉണ്ട്, എന്നാൽ ആ ഫീച്ചറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ ഫീച്ചറിന് കൊടുക്കുന്ന പണം അത് നമ്മൾ പ്രാക്ടിക്കലി നമുക്കത് യൂസബിളായിട്ട് വരുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്രൂയിസ് കൺട്രോൾ എത്ര പേരിടും എന്നെനിക്കറിയില്ല. എന്നാൽ പോലും ഈ സിഗ്മ വേരിയൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അധികം മോഡിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊരു അലോയ് വീല്, അതുപോലെ തന്നെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഒരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, ഇത്രയും സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഓവറോൾ ഡൈനാമിക്സും ലുക്സും ഒക്കെ മാറും. കാരണം വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഏകദേശം നല്ല പ്രീമിയം ഒരു ഇൻറ്റീരിയറാണ്. കാരണം പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഹെഡ് റെസ്റ്റ് ഫിക്സ്ഡ് അല്ല, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. പുറകിലുള്ള ആളുകൾക്കും ഹെഡ് റെസ്റ്റ് ഉണ്ട്, അതും അഡ്ജസ്റ്റബിൾ ആണ്. പുറകിലേക്ക് AC വെൻറ്റുകളുണ്ട്. അതുമാത്രമല്ല, പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റിങ്ങിൻ്റെ ഒരു കംഫർട്ടാണ്. അപ്പോൾ വാഹനത്തിന് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാം സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വരുന്ന വാഹനമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു അലോയ് വീല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഓവറോൾ ലുക്ക് മാറി, വാഹനം ഒരു പ്രീമിയമായിട്ട് തന്നെ തോന്നും. സാധാരണ നമുക്കറിയാം, നമ്മൾ ഇത്തരത്തിലുള്ള ബേസ് മോഡലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഈ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതൊരു ബേസ് മോഡൽ തന്നെയാണെന്ന്. എന്നാൽ ഇവിടെ വിരലിൽ എണ്ണാവുന്ന ചില മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചില എക്സ്ട്രാ ഫിറ്റിങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഒരു പ്രീമിയം വാഹനമായി മാറി. ഒന്ന്, ഒരു അലോയ് വീല് 17 ഇഞ്ച് തന്നെയാണ് എല്ലാ ടോപ്പ് എൻഡിലും കിടക്കുന്നത്. അപ്പോൾ 10.45 ലാക്കിൻ്റെ സിഗ്മ വേരിയൻറ്റിൽ നിങ്ങളൊരു അലോയ് വീൽ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ക്യാമറയും ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യമായി. പിന്നെ ഡെൽറ്റയുമായിട്ടുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന റിയർ AC വെൻറ്റിൻ്റെ അവിടെയുള്ള 2 USB കണക്ടിവിറ്റിയും അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും മാത്രമാണ്. അത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ അത് വലിയൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് USB കണക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യും. എന്നാൽ പോലും ക്രൂയിസ്
കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ സാറിന് ഇതിൽ എത്ര പേര് യൂസ് ചെയ്യും എന്ന് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11.90 ലാക്ക് വിലയുള്ള ഡെൽറ്റ വേരിയൻറ്റും 10.45 ലാക്സ് വിലയുള്ള സിഗ്മ വേരിയൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും വാല്യൂ ഫോർ മണി സിഗ്മ വേരിയൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ചെറിയൊരു സജഷൻ, നിങ്ങൾ വാഹനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിക്കുക എന്തൊക്കെ ആക്സസറീസ് നിങ്ങൾക്ക് ചെയ്യണം. പിന്നെ ഇതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന് ചുറ്റുമുള്ള ക്രോം ഗാർണിഷ് അത് മാറ്റാം, അതുപോലെ തന്നെ സൈഡ് ബീഡിങ്സ് നിങ്ങൾക്ക് പിടിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാം. പക്ഷേ എന്നാൽ പോലും ഒരു അലോയ് വീലും ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ വാഹനം പ്രീമിയമായി മാറി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മണി മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ സിഗ്മ വേരിയൻ്റാണ് ഏറ്റവും പ്രിഫർ ചെയ്യാവുന്ന ഒരു വേരിയൻറ്റ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.